കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ആഗമനകാലത്ത്. ആകാശത്തേക്കുയർന്ന അമ്മമാരുടെ രോദനവും ഭൂമിയിൽ വീണ കുഞ്ഞുങ്ങളുടെ രക്തവും കൊണ്ട് ഇരുണ്ടുപോയ രാത്രിയിലല്ലേ ക്രിസ്തു പിറന്നു വീണത്. ഹെറോദസിൻ്റെ കൊടും ക്രൂരതയാൽ അന്ന് നിഷ്കരണം കൊല്ലപ്പെട്ടത് ബെത്ലഹേമിലെ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളായിരുന്നു. അവൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഒരു കുഞ്ഞു മാത്രമേ അന്ന് രക്ഷപ്പെട്ടുള്ളൂ. തൻ്റെ നിതാന്ത പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം കരുതലോടെ മാറ്റിവെച്ചതാണവനെ, അതും വെറും 33 വർഷത്തേക്ക് മാത്രം. ലോകത്തിൻ്റെ മുഴുവനും പാപപ്പെടുത്തിക്ക് വേണ്ടി കുരിശിൽ ബലിയായി മാറണമെങ്കിൽ ഇപ്പോൾ ഹെറോദസിൻ്റെ വാളിൽ നിന്നും ആ കുഞ്ഞിനെ സംരക്ഷിച്ച് നിർത്തണമായിരുന്നു. ബെത്ലഹേമിലെ 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ മരിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം തൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുവാൻ ഈജിപ്തിലേക്കുള്ള വഴി ഒരുക്കുകയായിരുന്നു. അല്ല, ആ കുഞ്ഞുങ്ങളുടെ കൂടി രക്ഷയ്ക്ക് വേണ്ടി പരിഹാരയാഗമായി മാറുവാൻ തൻ്റെ മകൻ ഒരുക്കുകയായിരുന്നു. അല്പനാളത്തേക്ക് കൂടി ആയുസ് നീട്ടിക്കൊടുത്തുകൊണ്ട് മരിക്കുവാൻ കരുത്തുള്ളവനാക്കുകയായിരുന്നു. പിന്നീട് ജെറുസലേമിൻ്റെ മതിലുകൾക്കപ്പുറം അവന് കുരിശിൽ മരിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഹെറോദസിന് കൊല്ലാൻ കഴിയാത്ത ആ കുഞ്ഞ് തന്നെ ഇപ്പോൾ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം പ്രാണൻ സമർപ്പിക്കാൻ അവൻ തയ്യാറാകുന്നു. അന്ന് ബെത്ലഹേമിൽ വധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കാൽവരിയിൽ ആര് മരിക്കുമായിരുന്നു? എല്ലാം ദൈവത്തിൻ്റെ നിതാന്ത പദ്ധതിയുടെ ഭാഗം മാത്രമാണെന്നേ. പരിപാവനമായ ക്രിസ്തു പിറവി ദിവസം ഒരു ദുരന്തമായി മാറിയെങ്കിൽ ഇന്നും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുക, കൂടുതൽ കഠോരമായി. ഉദരത്തിൽ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി ഇന്ന് ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. തെരുവോരങ്ങളിലും അനാഥാലയങ്ങളിലും ഉപേക്ഷിക്കപ്പെടുന്ന പൈതങ്ങളുടെ രോദനം മനസാക്ഷിയെ വിറങ്ങലിപ്പിക്കുകയാണ്. ആകയാൽ എല്ലാ കുഞ്ഞുങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം നമുക്ക്.